ക്ഷേത്രങ്ങൾക്കാവശ്യമായ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെ നിന്നാണ്. തമിഴ്നാട്ടിലെ ഈ ഗ്രാമവാസികളിൽ ബഹുഭൂരിപക്ഷവും നൂറ്റാണ്ടുകളായി ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. കന്യാകുമാരി ജില്ലയിലെ മൈലാടി എന്ന ശില്പനിർമ്മാണ ഗ്രാമത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ കാണാം ദൈവങ്ങൾ ജനിക്കുന്ന ഗ്രാമം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പഴയ നഞ്ചിനാടിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്. ഒറ്റനോട്ടത്തിൽ പാലക്കാടൻ പ്രദേശങ്ങളാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിൽ പനകളും വിശാലമായ പാടങ്ങളുമുള്ള ഗ്രാമവീഥി. മൈലാടിയോട് അടുക്കുംതോറും ശില്പനിർമ്മാണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ശില്പനിർമ്മാണത്തിനാവശ്യമായ കൃഷ്ണശിലകൾ ശേഖരിച്ചിരുന്ന പാറമടകൾ വഴികളിൽ പലയിടത്തായി നമുക്ക് കാണാം. തിരുവനന്തപുരത്തു നിന്നും മൈലാടിയിലേക്ക് 90 കിലോമീറ്റർ ദൂരമുണ്ട്. കന്യാകുമാരിയിൽ നിന്നും നാഗർകോവിലിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരം ബസ്സിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മൈലാടിയിലെത്താം. കല്ലിൽ ശില്പങ്ങൾ മെനയുന്നതിൻ്റെ പരുപരുത്ത ശബ്ദത്താൽ മുഖരിതമാണ് മൈലാടി ഗ്രാമം. ശില്പികൾ അതിസൂക്ഷ്മമായി ശില്പങ്ങൾ മെനയുകയാണ്. പണ്ടുകാലത്ത് കല്ലിൽ ഉളി ഉപയോഗിച്ച് കൊത്തിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പലതരത്തിലുള്ള മെഷീനുകൾ ലഭ്യമായതോടെ ഈ മെഷീനുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ശില്പനിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയാസരഹിതമായും കുറച്ചുകൂടി വേഗത്തിലും ഇവർക്ക് ശില്പങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് കഴിയുന്നു. ഇത് മൈലാടിங்கிற சமயத்தில் இது கல் சிற்பங்களுக்கு உகந்த இடம். இதுக்கு பழைய ஆளுகள் முன்னோர்கள் இந்த தொழிலை செஞ்சுக்கிட்டு இருந்தாங்க. அதுக்கப்புறம் எங்கள் அப்பா செஞ்சாங்க. அதுக்கப்புறம் நான் இதை பண்ணிக்கிட்டு இருக்கேன். இந்த கல்லில் ரெண்டு கல் உண்டு. கல் ஒன்று ஆண் கல்லுன்னு சொல்லுவாங்க, பெண் கல்லுன்னு சொல்லுவாங்க. இதில் எப்படின்னா நாங்கள் அதை பார்த்து எடுப்போம். அது ஆண்கல்லுங்கிற டைமில் கொஞ்சம் கருப்பு குறைவாக இருக்கும், பெண்கல்லுன்னா நல்ல கருகருன்னு இருக்கும். அப்போ இது ரெண்டு கல்லையும் பார்த்து தான் நாங்கள் எடுத்து ചെയ്യக்கூடிയത്. ഈ ഗ്രാമത്തിലാകെ ഇത്തരം നിരവധി ശില്പനിർമ്മാണ ശാലകളുണ്ട്. 500-ലധികം ശില്പികൾ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. அது மயிலாடி கல்லில் மாத்திரம்தான் கை கொண்டு பண்ண முடியும். இப்போ வரக்கூடிய கல்லுகள் கல் எங்கேருந்தெல்லாம் வருதுன்னே கண்டுபிடிக்க முடியாது. கொஞ்சம் ஹார்டாட்டு தான் இருக்கும். எல்லாமே மிஷின் ஒர்க் ஆகிட்டு, அதனால் மிஷினில் தான் பண்ணிக்கிட்டு இருக்கோம். ஆனால் இது கொஞ்சம் முன்னாடி செய்யறத விட குயிக்காக பண்ணலாம். ஆனால் இது நம்ம மிஷின் வச்சு பண்ணக்கூடிய டைமில் தூசி ஓவராட்டு டஸ்ட் இதாகும். அது கொஞ்சம் சிரமம். மற்றபடி கொஞ்சம் ஸ்பீடாக வேலை செய்யலாம். முன்னாடி ஒரு விக்கிரகம்னா 1 மாதம் ஆகும். இப்போ அப்படி இல்லை. அந்த 1 மாதம் வரக்கூடிய 15 நாளில் முடிக்கலாம். அப்படி இருக்குது. പണ്ട് ശില്പനിർമ്മാണത്തിനാവശ്യമായ കൃഷ്ണശിലകളെല്ലാം തന്നെ മൈലാടിയിൽ ലഭ്യമായിരുന്നു. എന്നാൽ ഇന്ന് അന്യപ്രദേശങ്ങളിൽ നിന്നും ലോറിയിൽ കല്ലുകൾ ഇവിടെ എത്തിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. കല്ല് നമുക്ക് ഇപ്പോൾ മുന്നാടി മൈലാടിയിലിருந்து കിടച്ചിട്ട് ഇருந்து. இப்போ மயிலாடியில் அந்த பாறை இல்லை, அது ரொம்ப ஆழமாயிட்டு அந்த பாறை இல்லை. அதனால் இப்போ മധുരയിലിருந்து വന്നിട്ട് ഇருக்கு. ശില്പനിർമ്മാണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രതിമയ്ക്ക് ആവശ്യമായ അളവിനനുസരിച്ച് കല്ലുകൾ പാകത്തിന് മുറിച്ചെടുക്കുക എന്നതാണ്. പണ്ട് തിമിര് ഉപയോഗിച്ചായിരുന്നു മുറിച്ചെടുത്തിരുന്നതെങ്കിൽ ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആയാസരഹിതമായി ഇവർ കല്ലുകൾ ആവശ്യത്തിന് മുറിച്ചെടുക്കുന്നു. തുടർന്ന് കല്ലുകളിൽ പ്രതിമയുടെ രൂപം വരയ്ക്കുകയും ശേഷം യന്ത്രങ്ങളും ഉളികളും മാറി മാറി ഉപയോഗിച്ച് ശില്പം കൊത്തിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ஆனால் சாஸ்திரப்பிரகாரம் கரெக்டாக செய்வோம். இப்போ கேரளாவில் பித்திரை யுகம்னு சொல்லுவாங்க. கரெக்டாகிட்டு 127 யுகம்னா அதை சென்டிமீட்டர் அளவில் நாங்கள் அதை ஒரு அளவு உண்டு. அந்த அளவுக்கு பிரித்து கரெக்டாகிட்டு கணபதினா பஞ்சதாளம்னு சொல்லுவாங்க. அது 5 பாகத்தில் பண்ணக்கூடியது. நமக்கு பெருமாளுங்கிறவங்க உத்தம தசதாளம் அப்படிம்பாங்க. அது 9 பாகத்தில் பண்ணக்கூடியது. அது நாங்கள் அந்த அளவு காரியங்கள் நாங்கள் விஸ்வகர்மான்னு சொல்லக்கூடிய ஆள். நாங்கள் அந்த அளவு காரியங்களுக்கு கரெக்டாகிட்டு பண்ணுவோம். அவங்க கொடுக்கக்கூடிய அளவும் எல்லாமே கரெக்டாகிட்டு முறையாட்டு பண்ணுவோம். எந்த வித்தியாசமும் இருக்காது. அதில் சாஸ்திர பிரகாரம் என்ன உண்டோ அதை കറക്റ്റാக பண்ணி കൊടുക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജകൊട്ടാരത്തിലേക്ക് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും ശില്പികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഇടമാണ് മൈലാടി. അന്ന് ശില്പനിർമ്മാണത്തിനാവശ്യമായ കൃഷ്ണശിലകൾ ഇവിടെ ധാരാളമായി ലഭിച്ചിരുന്നു. അതുകൊണ്ടാവണം ശില്പികളെ രാജാവ് ഈ പ്രദേശത്ത് തന്നെ താമസിപ്പിച്ചത്. അവരുടെ പിന്മുറക്കാരാണത്രേ ഇന്ന് ഇവിടെയുള്ള ശില്പികൾ.
പ്രധാനമായും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. എല്ലാം ദേവീ ദേവന്മാരാണ്. வெளிநாடு போகு, அதுக்கப்புறம் கேரளா கூடுதலாகிட்டு போயிட்டுருக்கோம். கேரளாவில் வந்து பெருமாள், சிவன், மற்றபடி கணபதி, கூடுதல் வந்து பத்திரகாளி கூடுதலாகிட்டு போகும். கேரளாவை பொறுத்தவரை பத்திரகாளி, பெருமாள் வந்து கூடுதலாகிட்டு போகும். அதுக்கப்புறம் வந்து வெளிநாடு நிறைய போயிட்டுருக்கு. மற்றபடி இங்கே நம்ம பக்கத்துலேயும் உள்ள திருநெல்வேலி இந்த சைடில் உள்ளது நாங்கள் அதுவும் பண்ணிக்கிட்டு இருக்கோம். முன்னோர்கள் செஞ்சு தான் நாங்கள் வழிமுறையாக பண்ணிக்கிட்டு இருக்கோம். കല്ലിൽ ശില്പങ്ങൾ മെനയുന്നത് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ മൈലാടിയിൽ തന്നെ വരണം. തിരുവനന്തപുരത്ത് നിന്നും എളുപ്പത്തിൽ വന്നു പോകാവുന്ന സ്പോട്ടാണ് മൈലാടി. മൈലാടിയിലെ അനുഗ്രഹീതരായ ശില്പികളുടെ കരസ്പർശനമേറ്റ് ഈ കൃഷ്ണശിലകളിൽ നിന്നും ഇവിടെ ശില്പങ്ങൾ ജനിക്കുകയാണ്. ഈ കാണുന്ന ശിലകളെല്ലാം തന്നെ ഒരു നാൾ ശില്പങ്ങളാവും. ഈ ശില്പങ്ങളെല്ലാം പിന്നീട് ദൈവങ്ങളാവും. മൈലാടിയിലെ ശില്പികളുടെ കഥ പറയുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.